ഹായ്, എല്ലാവർക്കും അലങ്കൃതാസ് ക്രിയേറ്റീവ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എൻ്റെ വീട്ടിലെങ്ങനെയാണ് ക്രിസ്മസിന് അലങ്കരിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഒരു 5-10 മിനിറ്റ് അതിനുള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവരും വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് കാണാം. ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഇത് വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഒരു 8 അടി എന്തോ ഉണ്ട് കേട്ടോ ഈ ക്രിസ്മസ് ട്രീക്ക്. ഞങ്ങളിവിടെ 1, 2, 3, 4 സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അണിഞ്ഞ് കത്ത് അങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. പിന്നെ ഇതേ ഈ ലൈറ്റ്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് ഫുള്ള് ഗ്രീൻ കളറാണ്. ഈ ഒരു ചെടിയിലും ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ലൈറ്റ്സ് ഉണ്ട്, കുഞ്ഞ് ലൈറ്റ്സ് ഉണ്ട്. അതിതേ ഇവിടേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേ റെഡ് കളർ ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ടുള്ള ലൈറ്റ്സ് ഈ ചെടിയിൽ ഫുള്ള് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കണ്ടോ? ഹൈ, ഇതൊരു പേരമരമാണ്. അതിൻ്റെ മണ്ടിക്ക് ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ പതുക്കെ സംസാരിക്കുക കേട്ടോ. അടുത്തൊക്കെ ആൾക്കാരുണ്ടേ, രാത്രിയാണേ, അതുകൊണ്ട് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം. ഇതേ കണ്ടോ, ഇത് ക്രിസ്മസ് ട്രീ. 8 അടിയുണ്ട്. ഇതിലൊരു 3-4 ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കണക്ഷൻ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ? ഇത് ടൈറ്റായിട്ടിരുന്ന് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ റബ്ബർ ബാൻഡൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടാണ് ഞാനിത് കണക്ട് ചെയ്തേക്കുന്നത്. ഭയങ്കര ലൂസാണ്. ഇതിൽ ഇതിൽ ഫുള്ള് ബോൾസൊക്കെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് കൂടുതലും. എനിക്ക് ഈ ബോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് പല സൈസിലുള്ള ബോളുണ്ട്. ഇതിൻ്റെ വലുതില്ല, ഇതാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. പിന്നെ ചെറുത്, കൂടുതലും ഇത് ചെറുതൊക്കെ തന്നെയാണ്. പിന്നെ ഇതേ ഡ്രംസ് പോലത്തെ സാധനമുണ്ട്. പിന്നെ മേരി ക്രിസ്മസ് എന്ന് എഴുതിയ സാധനമുണ്ട്. ഈ കളറിലുള്ള ഇതൊരു സിൽവർ കളറിലുള്ള ഇത്ര കിട്ടിയിട്ടുണ്ട്. അവിടെയും ബാക്ക് സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ഗോൾഡ് കളറിലെയാണ്. ഇതും ഒരു സിൽവറാണ്. ഇത് ഫുള്ള് ബോൾസ് ആണ് കൂടുതൽ ഇട്ടേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു ബെല്ലുണ്ട്. ഏറ്റവും മുകളിലൊരു സ്റ്റാർ, ചെറിയ സ്റ്റാർ. എൻ്റെ വീട്ടിലൊരു ഐറ്റം ഉണ്ട് കേട്ടോ. ഇതാ കിടന്ന് കുറയ്ക്കുന്നത്. കണ്ടല്ലോ അല്ലേ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ. ഇതിപ്പോൾ ട്രിവാൻഡ്രത്തെ എൻ്റെ വീടാണ്. വീട്ടിലെ ക്രിസ്മസ് ആഘോഷമാണിതൊക്കെ. ഈ വർഷം വലിയ രസമൊന്നുമില്ല. ഞങ്ങൾ പുൽക്കൂടൊന്നും വെച്ചിട്ടില്ല. പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനുള്ളൊരു പുല്ലെല്ലാം ഒരു സ്ഥലത്ത് പോയി എടുക്കാറാണ് പതിവ്. ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും അലിഞ്ഞു തിരിഞ്ഞ് നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പുൽക്കൂടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ സാധനങ്ങളെല്ലാം വെറുതെ അവിടെ ഇരിപ്പുണ്ട്. അതൊരു 3-4 സെറ്റ് ഇരിപ്പുണ്ട്. അതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ, പുൽക്കൂട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ. പിന്നെ ഇതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കണ്ടല്ലോ അല്ലേ ഞങ്ങളുടെ വീട്ടിലെ ക്രിസ്മസ് ആഘോഷം. ഇതൊരു ചെറിയ രീതിയിൽ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അതിന് വേണ്ടി ഒരു വീഡിയോ എടുത്ത്. ഒരു സാധനം അവിടെ ഇരിപ്പുണ്ടോ, കവറൊക്കെ ഇട്ട് മൂടിയിട്ട്. അത് ഞങ്ങൾക്കൊരു ബേക്കറി ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ നിന്ന് സാധനങ്ങൾ മാറ്റിയത്. അപ്പോൾ ബേക്കറി സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു കബോർഡാണ്. അതൊന്ന് മൂടി വെച്ചേക്കാം, അത് തിരിച്ചു കൊടുക്കാൻ വെച്ചേക്കും കേട്ടോ. തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ബൈക്കിരിപ്പുണ്ട്.
പിന്നെ ഒരു വാട്ടർ ടാങ്ക്. കണ്ടപ്പോൾ വെറുതെ പറഞ്ഞതാണ്. കണ്ടല്ലോ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.